അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൈമാറിയതിനെതിരായ അപ്പീൽ ചൊവ്വാഴ്ച പരിഗണിക്കാമെന്ന് ഹൈക്കോടതി. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് മകൾ ആശാ ലോറൻസാണ് അപ്പീൽ നൽകിയത്. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, MM ലോറൻസിന്റെ മൃതശരീരത്തിന്റെ നിലവിലെ സ്റ്റാറ്റസ് കോ എന്താണെന്നാണ് ആശുപത്രി കോടതി അറിയിക്കുന്നത്? ഒരു വല്ലാത്ത സാഹചര്യമാണ്, ഒരു അല്പം വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇപ്പോഴും ഫോർമാലിനിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഇതുവരെയും വിട്ടു നൽകിയിട്ടില്ല. അതിലിപ്പോൾ ഈ നടക്കുന്ന വ്യവഹാരം, കോടതി വ്യവഹാരത്തിൽ അന്തിമ തീരുമാനമായതിനു ശേഷമേ മൃതദേഹം ആർക്ക് നൽകണം എന്നതിൽ തീരുമാനമുണ്ടാകൂ. കുട്ടികൾക്ക് നൽകണമോ അതോ കുടുംബാംഗങ്ങൾക്ക് നൽകണമോ എന്ന കാര്യത്തിൽ ആശാ ലോറൻസ് ആവശ്യപ്പെടുന്നത് അത് മതാചാരപ്രകാരം ആ മൃതദേഹം സംസ്കരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൽ നിന്നും മക്കളിൽ ഒരാൾ കൂടി ആശാ ലോറൻസിന്റെ സമാന ആവശ്യവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ കത്തുണ്ട്, അദ്ദേഹത്തിന്റെ ആവശ്യമുണ്ട്, തനിക്ക് അത്തരത്തിൽ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് എന്ന് മകനും പറയുകയും ചെയ്യുന്നു. ഇതെന്തായാലും അനന്തമായി നീളുകയാണ്. മറ്റൊരു ദിവസത്തേക്ക് കൂടി ആ കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. അതിൽ തീരുമാനമാകും വരെ മെഡിക്കൽ കോളേജിൽ മൃതദേഹം സൂക്ഷിക്കും. ഓക്കെ, ശ്രീകാന്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അത് ഈ പറയുന്നത് പോലെ കേരളത്തിലെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവാണ്. അത് ഉണ്ടായതൊക്കെയും ദൗർഭാഗ്യകരമാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം വല്ലാത്ത അവസ്ഥ ഇപ്പോഴും അതേ രീതിയിൽ തുടരുകയും ചെയ്യുന്നു. കഷ്ടമാണ്.